മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 9. യേശു ഒരു വഞ്ചിയിൽ കയറി മറുകരയിൽ സ്വന്തം പട്ടണത്തിലെത്തി. ചിലർ ഒരു പക്ഷവാതക്കാരനെ കിടക്കയോടെ അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, ധൈര്യപ്പെടുക, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചില വേദജ്ഞർ, ഈ മനുഷ്യൻ ദൈവദൂഷണം പറയുന്നു എന്ന് സ്വയം പറഞ്ഞു. യേശു അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നതെന്ത്? നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നതും എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതും ഏതാണ് എളുപ്പം? എന്നാൽ മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അദ്ദേഹം പക്ഷവാതക്കാരനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് വീട്ടിൽ പോവുക എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. ജനസമൂഹം ഇത് കണ്ട് ഭയപ്പെട്ടു. മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു അവിടെ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ മത്തായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. യേശു അയാളോട്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അയാൾ ഉടനെ എഴുന്നേറ്റ് അദ്ദേഹത്തെ അനുഗമിച്ചു. യേശു മത്തായിയുടെ ഭവനത്തിൽ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് അദ്ദേഹത്തോടും ശിഷ്യന്മാരോടും കൂടെ ഭക്ഷണം കഴിച്ചു. പരീശന്മാർ ഇത് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നതെന്ത് എന്ന് ചോദിച്ചു. യേശു ഇത് കേട്ടിട്ട്, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. എന്നാൽ യാഗമല്ല, കരുണയത്രേ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം എന്തെന്ന് നിങ്ങൾ പോയി പഠിക്കുവിൻ. ഞാൻ നീതിമാന്മാരെയല്ല, പാപികളെ അത്രേ വിളിക്കുവാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് അദ്ദേഹത്തോട്, ഞങ്ങളും പരീശന്മാരും ഉപവസിക്കുന്നു, എന്നാൽ അങ്ങയുടെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അതിന് യേശു ഇങ്ങനെ മറുപടി പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ തോഴന്മാർക്ക് എങ്ങനെ ദുഃഖിതരാകുവാൻ കഴിയും? മണവാളനെ അവരിൽ നിന്ന് അകറ്റുന്ന കാലം വരും, അപ്പോൾ അവർ ഉപവസിക്കും. ആരും ഒരു പുതിയ തുണിക്കഷ്ണം പഴയ വസ്ത്രത്തോട് തുന്നിച്ചേർക്കാറില്ല. അങ്ങനെ ചെയ്താൽ ആ തുണ്ട് കീറിപ്പോവുകയും കീറൽ ഏറെ വലുതാവുകയും ചെയ്യും. മനുഷ്യർ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പൊട്ടി വീഞ്ഞ് വാർന്നു പോകുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും. അവർ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ പകർന്നു വെക്കുന്നു, അപ്പോൾ രണ്ടും ഭദ്രമായിരിക്കും. അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പള്ളിപ്രമാണി അദ്ദേഹത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി, എന്റെ മകൾ ഇപ്പോൾ മരിച്ചുപോയി, അങ്ങ് വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ, അപ്പോൾ അവൾ ജീവിക്കും എന്ന് പറഞ്ഞു. യേശു എഴുന്നേറ്റ് അയാളോട് കൂടെ പോയി. ശിഷ്യന്മാർ അനുഗമിച്ചു. അപ്പോൾ തന്നെ 12 വർഷമായി രക്തസ്രവമുള്ള ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ പുറകിലെത്തി അങ്കിയുടെ വിളിമ്പിൽ തൊട്ടു. അദ്ദേഹത്തിന്റെ അങ്കി തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കും എന്ന് അവൾ വിചാരിച്ചു. യേശു തിരിഞ്ഞ് അവളെ നോക്കി, മകളെ, ധൈര്യമായിരിക്കൂ, നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി തീർന്നു. യേശു പ്രമാണിയുടെ വീട്ടിൽ പ്രവേശിച്ചു. കുഴലൂത്തുകാരെയും ബഹളം കൂട്ടുന്ന ജനസമൂഹത്തെയും കണ്ടിട്ട്, ഇവിടെ നിന്ന് പോകുവില്ല, പെൺകുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞു. അവരോ അദ്ദേഹത്തെ പരിഹസിച്ചു. ജനക്കൂട്ടത്തെ പുറത്താക്കിയ ശേഷം അദ്ദേഹം അകത്ത് ചെന്ന് കുട്ടിയെ കൈക്ക് പിടിച്ചുയർത്തി. അവൾ എഴുന്നേറ്റു. ഈ വാർത്ത ആ പ്രദേശത്തെങ്ങും പരന്നു. യേശു അവിടെ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ 2 അന്ധന്മാർ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നാലെ ചെന്നു. യേശു വീട്ടിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു. അദ്ദേഹം അവരോട്, എനിക്ക് ഇത് ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഉവ്വ കർത്താവേ എന്ന് ചോദിച്ചു. അവർ ഉത്തരം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവരുടെ കണ്ണുകളിൽ തൊട്ടുകൊണ്ട്, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു. യേശു അവരോട് എന്ന് കർശനമായി നിർദ്ദേശിച്ചു. എന്നാൽ അവർ പോയി അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ വാർത്ത ആ പ്രദേശത്തെല്ലാം പ്രചരിപ്പിച്ചു. അവർ പോകുമ്പോൾ ഭൂതബാധിതനായ ഒരു ഊമനെ ചിലർ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഭൂതത്തെ പുറത്താക്കിയപ്പോൾ ഊമൻ സംസാരിച്ചു.
ജനക്കൂട്ടം ആശ്ചര്യപ്പെട്ട് നോക്കൂ, ഇതാരും അറിയരുത്. എന്ന് കർശനമായി നിർദ്ദേശിച്ചു. എന്നാൽ അവർ പോയി അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ വാർത്ത ആ പ്രദേശത്തെല്ലാം പ്രചരിപ്പിച്ചു. അവർ പോകുമ്പോൾ ഭൂതബാധിതനായ ഒരു ഊമനെ ചിലർ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഭൂതത്തെ പുറത്താക്കിയപ്പോൾ ഊമൻ സംസാരിച്ചു. ജനക്കൂട്ടം ആശ്ചര്യപ്പെട്ട് ഇങ്ങനെയൊന്ന് ഇതിനു മുമ്പ് ഇസ്രായേലിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ പരീശന്മാർ ഇദ്ദേഹം ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് പറഞ്ഞു. യേശു അവരുടെ പള്ളികളിൽ ഉപദേശിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാവിധ വ്യാധികളും രോഗങ്ങളും സൗഖ്യമാക്കിയും കൊണ്ട് എല്ലാ പട്ടണങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും സഞ്ചരിച്ചു. ജനക്കൂട്ടത്തെ കണ്ടിട്ട് യേശു അവരോട് മനസ്സലിഞ്ഞു. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ അസ്വസ്ഥരും നിസ്സഹായരുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ശിഷ്യന്മാരോട്, കൊയ്ത്തു വളരെ, വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് കൊയ്ത്തിന്റെ ഉടമസ്ഥനോട് തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ അപേക്ഷിപ്പിൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് കൊയ്ത്തിന്റെ ഉടമസ്ഥനോട് തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ അപേക്ഷിപ്പിൻ എന്ന് പറഞ്ഞു.